ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ചെയ്യാത്ത ടൈപ്പ് ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനിത് ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായിരിക്കും അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ മുടി പിടിച്ച് കളിക്കുന്ന കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനത്തെ എന്തോ പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇത് മുടി വളർച്ചയ്ക്കുള്ള പാക്കൊന്നുമല്ല. ഞാൻ താരം മാറാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പാക്കുമായിട്ടാണ് വന്നത് കേട്ടോ. എൻ്റെ തലയിൽ നല്ല താരനുണ്ട്. ഇങ്ങനെ ചീകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ചൊക്കെ. പക്ഷെ ഇതൊന്നുമല്ല, ക്യാമറയിൽ ഇത് ശരിക്കും കാണാനിട്ടാണ് കേട്ടോ. ഞാൻ മുടി സാധാരണ ചീകുന്ന സമയത്ത് ബാക്കിൽ നല്ല പോലെ താരൻ്റെ പൊടികൾ ഇങ്ങനെ നിറയെ വീണ് കിടക്കാറുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വല്ലപ്പോഴും ഷാമ്പു ഇടുക, അങ്ങനെയല്ലാതെ നല്ല പോലെ കെയർ ഒന്നും സത്യം പറഞ്ഞാൽ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ താരൻ നല്ല പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ താരൻ പോക്കണം എന്ന് തോന്നിയത് ഞാനിതേ മേക്ക് ഓവറിന് പോയ സമയത്ത് അവിടുത്തെ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ മോളെ നല്ല പോലെ താരണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് വന്നു, ഇത് എന്തായാലും പോക്കണം. അപ്പോൾ എനിക്ക് ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണേ. ഈ പാക്ക് എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി വേറൊരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പുകച്ചിലുണ്ടാവും. പുകച്ചിൽ മീൻസ് നമ്മളിപ്പോൾ നെറ്റിയിൽ വിക്സൊക്കെ തേക്കുക, മൂവൊക്കെ തേക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതില്ലേ, അതുപോലെ ഒരു ഫീൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തലയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ ഒരു പോരായി വേണ്ടാന്ന് വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ നെയിൽ പോളിഷ് ഇല്ലേ, അതിൻ്റെ സ്മെല്ലോ പെട്രോളിൻ്റെ സ്മെല്ലോ ഗ്യാസിൻ്റെ സ്മെല്ലോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ദേ ഞാൻ എൻ്റെ തലയിലുള്ള താരൻ എവിടേക്കാണോ തലയിൽ താരമുള്ളത് അവിടേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിട്ടു, ഈ ചേച്ചി വെറുതെ പറഞ്ഞതാണോ ഇത് നീറ്റിലുണ്ടാവും എന്നുള്ളത്. കാരണം അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് എന്താ പറയുക അത്ര വലിയ നീറ്റലില്ലായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ലപോലെ നീറ്റിൽ വരാൻ തുടങ്ങി. എൻ്റെ ഇവിടെ നിങ്ങൾ കണ്ടോ നെറ്റിയിലൊക്കെ ഇത് ചെറുതായിട്ട് ആയിട്ടില്ലേ, അവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്ക് നീർന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഒരു തുണിയും കിട്ടാഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് കൊണ്ട് തന്നെ എടുത്ത് തുടച്ചു. കാരണം എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ നീറ്റിൽ കേട്ടോ. പക്ഷേ ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ആ നീറ്റിലുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് സെറ്റാവും. ഒരു വലിയ രീതിയിൽ നമുക്ക് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവില്ല. തലയിൽ എവിടെയാണോ താരം കൂടുതലുള്ളത് അവിടെ നല്ല പോലെ നീറ്റിലുണ്ടാവും കേട്ടോ. എനിക്ക് ഫ്രണ്ടിലും ബാക്കിൽ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഇല്ലേ, അവിടെ നല്ല പോലെ നീറ്റിലുണ്ടായിരുന്നു. കഴുത്തിൻ്റെ ബാക്ക് എനിക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നീറുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് തേച്ച് കൊടുക്കാത്തതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഈ നീറ്റിൽ സഹിക്കാൻ പറ്റണമെന്നില്ല. സോ അവർക്ക് ഇത് തേച്ച് കൊടുക്കാത്തതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഫസ്റ്റ് അപ്ലൈ ചെയ്യാണ്. എനിക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല നീറ്റിലുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചപ്പോൾ എനിക്ക് വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുടിൻ്റെ താഴേക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ തലേൻ്റെ ഒരു താരൻ എവിടേക്കാണുള്ളത് അവിടെ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കെട്ടി വെക്കുന്നൊന്നുമില്ല, ചെറിയ രീതിയിൽ താഴേക്ക് ക്രാബ് ഒന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി കെട്ടി വെക്കാൻ പറ്റൂല്ല എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സാധാരണ ഇങ്ങനത്തെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടി ഫുള്ളായിട്ട് അങ്ങനെ വലിയ രീതിയിൽ കെട്ടി വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയൊരു ക്രാബ് ഇട്ട് വെച്ചു. പിന്നെ ഇനി ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ തലയിൽ താരം പോകാൻ വേണ്ടിയിട്ട് എന്ത് തേച്ചാലും 2 ദിവസം കഴിയുമ്പോഴേക്കും താരം വീണ്ടും ഉണ്ടാവും. അപ്പം ഞാനിതൊന്ന് വെയിറ്റ് ചെയ്ത് നിന്നതാണ്. 2 ദിവസം വെയിറ്റ് ചെയ്ത് നിന്നു, താരം വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ. പക്ഷേ ഗൈസ് 100% എൻ്റെ താരം ഫുൾ പോയിട്ടുണ്ട്. ഒരു തരി പോലും താരൻ ഇങ്ങനെ ചിരണ്ടിയിട്ട് കാണാനില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ട്രൈ ചെയ്യാതിരിക്കണതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പം അത്രയുള്ള വീഡിയോ. ഓക്കെ, ടാറ്റാ.